ഹലോ നമസ്കാരം. വെൽക്കം ടു ബോധി കേരള PSC. നമുക്ക് ഇന്ന് നോക്കേണ്ടത് കേരള PSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിക്ക് തന്നെയുള്ള ടോപ്പിക്കായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. നമുക്കറിയാം, ഡിഗ്രി ലെവലായാലും +2 ലെവലായാലും 10th ലെവലായാലും ഏത് എക്സാം കേരള PSCയുടെ എടുത്താലും അതിലൊക്കെ തന്നെയും നല്ല രീതിക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് നമുക്ക് പഠിച്ചാൽ കിട്ടുന്ന ഉറപ്പുള്ളൊരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. തുടങ്ങുമ്പോൾ നമുക്ക് ഇച്ചിരി പാടാണെന്നൊക്കെ തോന്നും. ആദ്യമായിട്ട് വായിക്കുന്നവർക്ക്, ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ടഫാണെന്നാണ് പറയാറ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് പുറത്തുനിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാതെ നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി നമ്മൾ റെഫറൻസ് ടെക്സ്റ്റായിട്ട് എടുക്കുന്നത് ലക്ഷ്മികാന്ത് സാറിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. KS-നായാലും സിവിൽ സർവീസ് എക്സാമുകൾക്കായാലും കേരള PSCയുടെ ഇപ്പോൾ പുതിയ എക്സാം പാറ്റേണിലേക്ക് വന്ന ശേഷം കേരള PSCയും റെഫർ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യനും ഒക്കെ ഒന്ന് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനും പോയിൻ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മെയിൻസിലേക്ക് പോകുമ്പോൾ ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്നുണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൽ ആദ്യമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ, പിന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതിൻ്റെ ഫങ്ഷൻസ് ലിസ്റ്റ്, ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് 1924 സ്വരാജ് പാർട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ട് ചോദിക്കും, ഇന്ത്യക്ക് സ്വന്തമായൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള ആശയം മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിക്കും. അത് സ്വരാജ് പാർട്ടിയായിരുന്നു. സ്വരാജ് പാർട്ടി 1923 സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപകൻ? മോത്തിലാൽ നെഹ്റു ആണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ. 1923 സ്ഥാപിച്ച സ്വരാജ് പാർട്ടി 24 ആയപ്പോഴേക്കും ഇന്ത്യക്ക് സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ആശയം മുന്നോട്ട് വച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യക്ക് സ്വന്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ച പാർട്ടി ഏത്? സ്വരാജ് പാർട്ടി. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ 1934 ആയപ്പോഴേക്കും MN റോയിയെ കുറിച്ച് അറിയാമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്, പിന്നെ പീപ്പിൾസ് പ്ലാൻ, ഇതൊക്കെ MN റോയിയുടേതായിരുന്നു. MN റോയി ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിൽ പറഞ്ഞു ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന്. 1924 ആര് പറഞ്ഞു? സ്വരാജ് പാർട്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു വ്യക്തി പറഞ്ഞു. ആരും? MN റോയി എന്ന്. 1934 MN റോയി പറഞ്ഞു ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന്. അപ്പോൾ രണ്ട് രീതിക്ക് ചോദിക്കാം ക്വസ്റ്റ്യൻസ്. ഇന്ത്യക്ക് സ്വന്തമായൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആശയം മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ 1924 സ്വരാജ് പാർട്ടി. വ്യക്തി ആരെന്ന് ചോദിച്ചാൽ 1934 MN റോയി. ഓക്കെ അല്ലേ? ഇനി ഈ ആവശ്യം ഒഫീഷ്യലി ഡിമാൻഡഡ് ആയിരുന്നോ? ആയിരുന്നില്ല. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു അല്ലേ? ഈ ആവശ്യം ആദ്യമായി ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്യപ്പെട്ടത് 1935 INCയുടെ ബോംബെ സെക്ഷനിൽ വച്ചായിരുന്നു. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അന്നത്തെ INCയുടെ അധ്യക്ഷൻ. അപ്പോൾ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള ആവശ്യം ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്യപ്പെട്ടത്? അത് 1935 എവിടെ വെച്ചാണ്? INCയുടെ ബോംബെ സെക്ഷനിൽ വെച്ച്. അന്നത്തെ അധ്യക്ഷൻ ആരായിരുന്നു? അത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലും ഇത് 36 ആണെന്നും 37 ആണെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റിൽ 1935 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി 35 ഇല്ലാതെ 36 37 ആണ് വരുന്നതെങ്കിൽ നമുക്കത് എഴുതാം. പക്ഷേ ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തത് 1935 INCയുടെ ബോംബെ സെക്ഷനിൽ വച്ചായിരുന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വരാജ് പാർട്ടി 24, MN റോയ് 34, INC ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തത് 1935. അത് കഴിഞ്ഞിട്ട് 1938 ആയപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഇന്ത്യക്ക് സ്വന്തമായൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ശരി തന്നെ,
ചുമ്മാ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുമോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി എന്ന് പറയുന്നത് ഒരു അഡൽട്ട് ഫ്രാഞ്ചൈസി വഴി ഇലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സുള്ള അസംബ്ലി ആയിരിക്കണം. ഈ മെമ്പേഴ്സിന് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കണം മെമ്പേഴ്സായിട്ടുള്ളത്. വിത്ത് ഔട്ട്സൈഡ് ഇൻ്റർഫറൻസ് ഒന്നും തന്നെ വേണ്ട. പുറത്തുനിന്നുള്ള ആരുടെയും ഇൻ്റർഫറൻസ് ഇല്ലാതെ ഇന്ത്യക്കാർ തന്നെ മെമ്പേഴ്സായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അഡൽട്ട് ഫ്രാഞ്ചൈസി വഴിയുള്ള ഇലക്ട് ചെയ്യപ്പെട്ടിട്ട് നിർമ്മിക്കണം. ആ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ആയിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ നിയമസംഹിത എഴുതി ഉണ്ടാക്കേണ്ടത് എന്നാര് പറഞ്ഞു? നെഹ്റു പറഞ്ഞു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ മസ്റ്റ് ബി ഫോംഡ് വിത്തൗട്ട് ഇൻ്റർഫറൻസ് by the constitutional assembly elected on the basis of adult franchisee. The constitution of India must be formed without interference by the constitutional assembly elected on the basis of adult franchisee. ഇതാര് പറഞ്ഞു? നെഹ്റു 1938. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയെ കുറിച്ചുള്ള ഐഡിയോളജികളെ കുറിച്ച് പറയാനുള്ളത് അല്ലേ. ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഇലക്റ്റഡ് ബോഡി ആയിരുന്നോ? അല്ല. പക്ഷേ നോമിനേറ്റഡ് ബോഡിയാണെന്ന് പറയാവോ? അതുമില്ല. ഇതൊരു പാർഷ്യലി ഇലക്റ്റഡ് പാർഷ്യലി നോമിനേറ്റഡ് ബോഡി ആയിരുന്നു. ഓക്കെ ആണോ? ഇത്രയും സമയം പറഞ്ഞത് ഓക്കെ ആണോ എന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ആദ്യമായിട്ടൊരു പാർട്ടിയാണ്. അത് സ്വരാജ് പാർട്ടിയാണ് 1924. അങ്ങനെ ആശയം മുന്നോട്ട് വെച്ച വ്യക്തി MN റോയ് ആണ് 1934. ഒഫീഷ്യലി INC ആണ് ഡിമാൻഡ് ചെയ്യുന്നത് 1935 ബോംബെ സെക്ഷനിൽ വെച്ചിട്ട്. 1938 ആയപ്പോൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വേണം. അത് അഡൽട്ട് ഫ്രാഞ്ചൈസി വഴി ഇന്ത്യക്കാർ തന്നെ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ആര് പറഞ്ഞു? നെഹ്റു പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധമൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ വേണം. അവരുടെ കൂടെ അവരുടെ ഭടന്മാരായിട്ടൊക്കെ ആൾക്കാരെ വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാരായ കുറച്ച് ആൾക്കാർ വേണം. ഇന്ത്യക്കാർ വരുവാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ലിലിത് ഗോ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. ആ ഓഫറിൻ്റെ പേരാണ് ഓഗസ്റ്റ് ഓഫർ. എന്നാണ് ഓഗസ്റ്റ് ഓഫർ? 1940 ഓഗസ്റ്റ് ഓഫർ. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ് ലിലിത് ഗോ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫറിൻ്റെ വർഷം ചോദിച്ചിട്ടുണ്ട് 1940. ഓഗസ്റ്റ് ഓഫറിൻ്റെ വാല് പിടിച്ച് ഇന്ത്യയിലേക്ക് വന്ന ഒരു മിഷനാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ 1942 ഇന്ത്യയിലേക്ക് വന്നു. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ എന്നൊന്നും പറയണ്ട. ക്രിപ്സ് മിഷൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വ്യക്തി, അതിലെ അംഗം എന്ന് പറയുന്നത് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് 1942. ഈ ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് റിജക്റ്റ് ചെയ്തു. കാരണം മുസ്ലിം ലീഗിനൊരു സെപ്പറേറ്റ് രാജ്യം വേണമെന്നായിരുന്നു. അങ്ങനെ ഒരു സെപ്പറേറ്റ് രാജ്യം കിട്ടിയാൽ മതി, അല്ലാതെ സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഒരു ഐഡിയ അവിടെ ഡ്രോപ്പ് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് 1946 ആയപ്പോഴേക്കും ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് എന്നു ചോദിച്ചാൽ 1946 മാർച്ച് 24 എവിടെയാണ് എത്തിയത്? ഡൽഹിയിലാണ് വന്നത്. എന്നാൽ തൊട്ടു തലേ ദിവസം മാർച്ച് 23 ഇവർ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വന്നായിരുന്നു. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വന്നായിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണത്തിന് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ നിർമ്മാണത്തിന് കാരണമായത് എന്തെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻ പ്ലാനാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണത്തിന് കാരണമായ പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻ പ്ലാനാണ്. ഇന്ത്യയിലേക്ക് വന്നത് 1946 മാർച്ച് 24 ചുമ്മാതെ ഇന്ത്യയിലേക്ക് വരുമായിരുന്നോ? അല്ല. ഇന്ത്യയിലേക്ക് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് അറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. അതൊരു 3 അംഗ സംഘമായിരുന്നു. അതിലെ അംഗങ്ങളെന്ന് പറയുന്നത് പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് AV അലക്സാണ്ടർ. നമ്മുടെ ക്രിപ്സ് മിഷനിൽ വന്നില്ലേ സ്റ്റാഫോർഡ് ക്രിപ്സ്, അതേ ആളും പിന്നെ പെത്തിക് ലോറൻസ് ആൻഡ് AV അലക്സാണ്ടർ. ഈ പെത്തിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ.
ആരായിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത് പ്രത്തിക് ലോറൻസ് ആയിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ പ്രത്തിക് ലോറൻസ് ആയിരുന്നു. ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, കൂട്ടത്തിൽ പെടാത്തതായിരുന്നു. അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്തതാര് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ 3 പേരുടെ പേരും ഒരു എക്സ്ട്രാ ഒരു പേരും കൂടി കൊടുത്തിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് അറ്റ്ലി ആയിരുന്നു. അന്ന് ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് വേവൽ. ഇന്ത്യൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് വേവൽ ആയിരുന്നു. ഈ ക്യാബിനറ്റ് മിഷൻ 1946 മെയ് 16 ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ 1940 ക്രിപ്സ് മിഷൻ 1942. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 24 ഫൈനൽ റിപ്പോർട്ട് ക്യാബിനറ്റ് മിഷൻ സമർപ്പിക്കുന്നത് 1946 മെയ് 16. ഓക്കെ അല്ലേ? ശരി. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു. നമുക്കിനി ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയൊക്കെ ഉണ്ടാക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നെഹ്റു പറഞ്ഞ പോലെ അഡൾട്ട് ഫ്രാഞ്ചൈസ്ഡ് ബേസിൽ ഇലക്ഷൻ വഴി മാത്രം തിരഞ്ഞെടുത്ത ഒരു സഭ ആയിരുന്നില്ല. പകരം ആദ്യം കുറച്ച് നോമിനേറ്റഡ് ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തു. അവർ തമ്മിലാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് വേണ്ടി ഇലക്ഷൻ നടത്തി മത്സരം നടന്നത്. അപ്പോൾ പാർഷ്യലി ഇലക്റ്റഡ് പാർഷ്യലി നോമിനേറ്റഡ് ബോഡി ആണല്ലേ. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആയിരുന്നു. അതിൽ 296 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും 93 പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും ആയിരുന്നു. 296 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ളവർ ഇലക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇലക്റ്റഡ് മെമ്പേഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ അത് 296 ആണല്ലേ. നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ എത്രയെന്ന് വെച്ചാൽ അത് 93 ആയിരുന്നു. ഇത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്കകത്തുണ്ടായിരുന്നവരല്ല, ആ അസംബ്ലിയുടെ ഇലക്ഷന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടവരും ഇലക്ഷന് വേണ്ടി ഇലക്ട് ചെയ്യപ്പെട്ടവരുമായിരുന്നു. ഈ 296 പേഴ്സൺസിൽ 292 പേര് ഗവർണേഴ്സ് പ്രൊവിൻസിൽ നിന്നും 4 പേര് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്നുമായിരുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് 389, 296 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന്, 93 പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന്. 296നെ 2 പോർഷൻസ് ആക്കുന്നു. ഒന്ന് 292 ഗവർണേഴ്സ് പ്രൊവിൻസിൽ നിന്ന്, 4 പേര് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്ന്. അപ്പോൾ ഇതിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാവോ? ഇതിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തത് ഓരോ മില്യൺ പോപ്പുലേഷനും ഒരാളെന്നുള്ള കണക്കിലായിരുന്നു. നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റിലുണ്ടായിരുന്ന 93 പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ശരിക്കും അവർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഭാഗമായില്ല. ഇലക്ഷനൊക്കെ കഴിയും വരെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഭാഗമായില്ല. ദേ വർ സ്റ്റേ അവേ ഫ്രം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ 17 വുമൺ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. മലയാളികളും 17 ആയിരുന്നു. അപ്പോൾ 17 എന്ന് പറയുന്ന നമ്പേഴ്സ് നമുക്ക് ഓർത്ത് വയ്ക്കാമല്ലോ. എന്തൊക്കെയാണ്? വുമണും 17, മലയാളികളും 17. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടാകുന്ന ആകെ മലയാളികൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 17 ആണ്. ആകെ വുമൺ എത്രയാണെന്ന് ചോദിച്ചാലും 17 ആണ്. മലയാളി വുമൺ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 പേരായിരുന്നു. ആരൊക്കെയാണ് ആ 3 പേര്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, പിന്നെ ആനി മസ്ക്രിൻ. ഈ ആനി മസ്ക്രിൻ എന്ന് പറയുന്നത് ട്രാവൻകൂറിനെ പ്രതിനിധീകരിച്ചും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിനെ റെപ്രസെൻ്റ് ചെയ്തുമാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഈ ദാക്ഷായണി വേലായുധനൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ദാക്ഷായണി വേലായുധനായിരുന്നു. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ദളിത് വനിത ആരെന്ന് ചോദിച്ചാൽ അത് ദാക്ഷായണി വേലായുധനായിരുന്നു. ഓക്കെ ആണോ? അല്ലേ? ശരി. ഇനി നമുക്ക് അപ്പോൾ ഒരു ആരൊക്കെയാണ് ഇലക്ഷനിൽ മത്സരിക്കേണ്ടതെന്ന് തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ നടക്കണം. അങ്ങനെ 1946 ജൂലൈ ഓഗസ്റ്റോട് കൂടി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്ക് വേണ്ടി ഇലക്ഷൻ നടന്നു. ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് റിസൾട്ട് വന്നപ്പോൾ 208 സീറ്റുകളോടുകൂടി INC വിജയിച്ചു. INCക്ക് 208 സീറ്റുകളാണ് ലഭിച്ചത്. മുസ്ലിം ലീഗിന് 73 സീറ്റുകളും ബാക്കിയുള്ള വിമതരെന്നറിയപ്പെടുന്ന സ്മോൾ ഗ്രൂപ്പ്സിനെല്ലാം കൂടി ചേർത്തൊരു 15 സീറ്റുകളും കിട്ടി. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടന്നത് 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരുന്നു. INCയിൽ 208 സീറ്റുകളോടുകൂടി വിജയിച്ചു.
മുസ്ലിം ലീഗിന് 73 സീറ്റ് കിട്ടി. സ്മോൾ ഗ്രൂപ്പിന് 15 സീറ്റുകളും കിട്ടി. അങ്ങനെ 1946 ഡിസംബർ 6 ആയപ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തു. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തു. ഇനി നമ്മുടെ ഇന്ത്യ വിഭജനം നടന്നല്ലോ. ഇന്ത്യ വിഭജനം നടന്നതിന് ശേഷം ഈ 389 എന്നുള്ളത് 299 ആയിട്ട് കുറഞ്ഞു. 229 പേര് ഇലക്റ്റഡും 70 പേര് നോമിനേറ്റഡും. ഇന്ത്യ വിഭജനത്തിന് ശേഷം 389 പേരെന്നുള്ളത് 299 കുറഞ്ഞു. 229 പേര് ഇലക്റ്റഡും 70 പേര് എങ്ങനെ നോമിനേറ്റഡുമായിരുന്നു. 17 വുമൺ എന്നുള്ളത് 15 വുമണായിട്ട് മാറി. 2 വുമൺ പാകിസ്ഥാനിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ആൾക്കാരും, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ആൾക്കാരും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭാഗമായിരുന്നു. എക്സെപ്റ്റ് ഗാന്ധിജി ഉണ്ടായിരുന്നില്ല. ബാക്കി ഏതാണ്ട് എല്ലാ ആൾക്കാരും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭാഗമായിരുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ആശയം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പാർട്ടി എന്ന് വെച്ചാൽ അത് സ്വരാജ് പാർട്ടി ആയിരുന്നു. 1924 10 വർഷം കഴിഞ്ഞ് 1934 ആയപ്പോൾ എം.എൻ. റോയ് ഇതേ ആശയം മുന്നോട്ട് വെച്ചു. എങ്ങനെ മുന്നോട്ട് വെച്ചു? ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെ മുന്നോട്ട് വെച്ചു. എം.എൻ. റോയ്ക്ക് വേറെ കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു, പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നു. ഇതൊക്കെ എം.എൻ. റോയ് ആയിരുന്നു. അത് നമുക്ക് പോർഷൻസിൽ നോക്കാം. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ആശയം ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തത് 1935 INCയുടെ ബോംബെ സെക്ഷനിലായിരുന്നു. അന്നത്തെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അത് കഴിഞ്ഞ് നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് അഡൾട്ട് ഫ്രാഞ്ചൈസി വഴി ഇലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ മതി, എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അത് 1938 1940 ആയപ്പോൾ ലിലിത് ഗോവിൻ്റെ നേതൃത്വത്തിൽ, ലിലിത് ഗോ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ കൊണ്ടുവന്നു. അതിൻ്റെ ബാലൻസായിട്ട് ഒരു ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നു 1942. അതിൻ്റെ ഡ്രാഫ്റ്റ് പ്രപ്പോസ് ചെയ്ത ആരായിരുന്നു? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. മുസ്ലിം ലീഗ് അത് റിജക്റ്റ് ചെയ്തു. 1946 ആയപ്പോഴേക്കും ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നു. 1946 മാർച്ച് 24 അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് A.V. അലക്സാണ്ടർ ആയിരുന്നു. പത്തിക് ലോറൻസ് ആയിരുന്നു ചെയർമാൻ. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ചോദിച്ചാൽ അത് ക്ലെമൻ്റ് അറ്റ്ലി ആണ്. അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ചോദിച്ചാൽ വേവൽ പ്രഭു ആയിരുന്നു. എന്നാണ് ക്യാബിനറ്റ് മിഷൻ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചത്? 46 മെയ് 16 66 ഓർത്ത് വയ്ക്കാമല്ലോ. 1946 നവംബറിലാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിർമ്മിച്ചത് അല്ലെങ്കിൽ സ്ഥാപിതമായതെന്ന് നമ്മുടെ ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. നമ്മൾ 1946 ഡിസംബർ 6 എന്നാണെങ്കിലും 1946 നവംബർ എന്നൊരു പോയിൻ്റ് ഇന്ത്യൻ പൊളിറ്റിക്കകത്ത് കിടക്കുന്നത് കൊണ്ട് ഇൻ കേസ് അങ്ങനെ ഒരു ഓപ്ഷനാണ് കാണുന്നതെങ്കിൽ നമ്മളത് കേട്ടില്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റിനകത്തുണ്ട്. സോ 1946 ഡിസംബർ 6 എന്നൊരു ഓപ്ഷൻ കണ്ടില്ല. പകരം 1946 നവംബർ എന്നൊരു ആൻസർ കീ ഓപ്ഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് ചെയ്യാതെ വരരുത്. ഓക്കെ, അങ്ങനെ 1946 നവംബർ ആയപ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സ്ഥാപിക്കാമെന്ന തീരുമാനമായി അല്ലേ. ഇതൊരു പാർഷ്യലി നോമിനേറ്റഡ് ബോഡി ആയിരുന്നു. 389 പേരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ടോട്ടൽ സ്ട്രെങ്ത്. അതിൽ തന്നെ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി. 292 പേര് 11 ഗവർണേഴ്സ് പ്രൊവിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 11 ഗവർണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് കൂടിയാണ് 292 പേരെ ഇലക്ട് ചെയ്തത്. 4 പേര് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്നായിരുന്നു. പിന്നെ അവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തു നിന്നും ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നും മെമ്പേഴ്സിനെ എടുക്കുമ്പോൾ അവിടെ ഉള്ളവരാണ് അതിന് അന്ന് വോട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഏതൊക്കെയായിരുന്നു കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് മുസ്ലിം, സിഖ് ആൻഡ് ജനറൽ ഇങ്ങനെ 3 വിഭാഗമായിട്ടായിരുന്നു എടുത്തത്. ഓരോ മില്യൺ പോപ്പുലേഷനും ഒരു സീറ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും ഓരോ സീറ്റും ഓരോ വിഭാഗത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഹിന്ദു ഉണ്ടോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഉണ്ടോ, അല്ലെങ്കിൽ OBC ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. അവരൊന്നും ഉണ്ടായിരുന്നില്ല. ടോട്ടൽ 3 വിഭാഗമായിട്ടാണ് തിരിച്ചിരുന്നത്: മുസ്ലിം, സിഖ് ആൻഡ് ജനറൽ. ഓക്കെ, അപ്പോൾ ബാലൻസ് ഉണ്ട്. 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ഇലക്ഷൻ വഴി വന്നു. പിന്നെ ബാലൻസ് ആൾക്കാരുണ്ടല്ലോ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ. എങ്ങനെയാണ്? 93 പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇലക്ഷൻ എന്നായിരുന്നു? 1946 ജൂലൈ ഓഗസ്റ്റിലായിരുന്നു ഇലക്ഷൻ.
208 സീറ്റുകളോടുകൂടി INC വൺ ചെയ്തു. മുസ്ലിം ലീഗിന് 73 സീറ്റും സ്മോൾ ഗ്രൂപ്പുകൾക്ക് 15 സീറ്റും ലഭിച്ചു. ഇന്ത്യ വിഭജനത്തിന് ശേഷം 389 എന്നുള്ളത് 299 ആയിട്ട് കുറഞ്ഞു. 229 ഇലക്റ്റഡും 70 നോമിനേറ്റഡും. ടോട്ടൽ 17 വുമണും 17 മലയാളികളും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുണ്ടായിരുന്നു. ഈ 17 വിമണിൽ 3 പേര് മലയാളികളായിരുന്നു. ആരൊക്കെയായിരുന്നു? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ തിരുവിതാംകൂറിനെയും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്. ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുണ്ടായിരുന്ന ഏക ദളിത് ആരായിരുന്നു? ദാക്ഷായണി വേലായുധനായിരുന്നു. അങ്ങനെ 1946 ഡിസംബർ 6 ആയപ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫോം ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ വർക്കിങ്ങും പിന്നെ അവർ ചെയ്ത അതിനെടുത്ത ദിവസങ്ങൾ, ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.